ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട പോലീസ് ഭരണകൂടത്തിന്റെ ദാസപ്പണിയെടുക്കുമ്പോൾ തെരുവിൽ ചോര വാർന്നു വീഴുന്നത് പൗരന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളാണ്. രാജ്യതലസ്ഥാനമായ ജന്തർ മന്ദറിൽ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അഴിച്ചുവിട്ട ഭീകരതയ്ക്കെതിരെ ഇന്ന് രാജ്യത്തെ പരമോന്നത കോടതി നൽകിയ പ്രഹരം BJP ഭരണകൂടത്തിന്റെ മുഖത്തേറ്റ വലിയ അടിയാണ്. സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ടെന്നും ജനങ്ങളുടെ പ്രതിഷേധത്തിനുള്ള അവകാശത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഭരണകൂടത്തിനോ പോലീസിനോ അധികാരമില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തറപ്പിച്ചു പറയുമ്പോൾ ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങളാണ്. തങ്ങൾക്കെതിരെ വരുന്ന ഏത് ശബ്ദത്തെയും കേസുകളും ലാത്തിയും തല്ലിച്ചതയ്ക്കലും കൊണ്ട് അടിച്ചമർത്താമെന്ന ധാർഷ്ട്യത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന BJP മുൻപോട്ട് പോകുന്നത്. ജന്തർ മന്ദറിൽ സമാധാനപരമായി മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർ വാതകവും ലാത്തിചാർജും പ്രയോഗിച്ചു. അവരെ ക്രൂരമായി മർദ്ദിക്കാൻ പുരുഷ പോലീസിനെ അഴിച്ചുവിട്ടു. പെല്ലറ്റ് ഗണ്ണുകൾ വരെ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ശത്രുക്കളായി കാണുന്ന ഒരു ഭരണകൂടം രാജ്യത്തിന് ശാപമാണ്. പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ലാത്തിചാർജ് നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് പോലീസിന്റെ ശൈലിയല്ല. അത് ഭരണകൂടം നൽകുന്ന അനാവശ്യ അമിതാധികാര ഫലമാണ്. പോലീസിന് സ്വയം അച്ചടക്കം വേണമെന്നും നിയന്ത്രണങ്ങൾക്ക് ഏകീകൃത പ്രോട്ടോകോൾ അനിവാര്യമാണെന്നും സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത് ഈ ഭരണകൂടത്തിന് കീഴിലുള്ള പോലീസ് കാടത്തം കാട്ടുന്നത് കൊണ്ടാണ്. പ്രക്ഷോഭങ്ങളിൽ സമൂഹ വിരുദ്ധർ കടന്നുകൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട പോലീസ് സമരം ചെയ്യുന്ന സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് BJPയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ മാത്രമാണ്. ശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹികളാക്കുകയും അവരെ തെരുവിൽ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന പ്രതികാര രാഷ്ട്രീയം ഇനി നടപ്പില്ലെന്ന് വ്യക്തമായ മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ പൗരന്മാർ തെരുവിലിറങ്ങുമ്പോൾ അവരെ പോലീസിന് വിട്ട് തല്ലിച്ചതയ്ക്കാമെന്ന് BJP വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വീരത്തെ കേവലം ലാത്തിചാർജ് കൊണ്ടോ പോലീസിന്റെ കാടത്തം കൊണ്ടോ ചോരയിൽ മുക്കിക്കൊല്ലാമെന്ന് BJP വിചാരിച്ചെങ്കിൽ അതിനെല്ലാം നിലംപരിശാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് നടന്നു. പോലീസിനെ സ്വന്തം ഏറാൻ മൂളികളാക്കി മാറ്റി ചോദ്യം ചോദിക്കുന്ന യുവജനങ്ങളെ ശത്രുക്കളായി കണ്ട് വേട്ടയാടിയ BJPയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് മുന്നിൽ വഴങ്ങാൻ ആ സമരവീര്യം തയ്യാറായിരുന്നില്ല എന്ന് കാണിച്ചു തന്നു. തങ്ങൾക്കെതിരെ ഉയരുന്ന ഏത് ശബ്ദത്തെയും ശക്തി കൊണ്ട് അമർച്ച ചെയ്യാമെന്ന BJPയുടെ ശുദ്ധ അഹങ്കാരത്തിനാണ് CJPയുടെ പ്രക്ഷോഭത്തിലൂടെ കനത്ത തിരിച്ചടി ലഭിച്ചത്. നിരത്തിലിറങ്ങി പോരാടിയ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒറ്റക്കെട്ടായ പ്രതിഷേധത്തിന് മുന്നിൽ ഭരണകൂടത്തിന്റെ എല്ലാ ഫാസിസ്റ്റ് തന്ത്രങ്ങളും തവിടുപൊടിയായി. ഒടുവിൽ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങൾക്ക് മുന്നിൽ BJP സർക്കാരിന് തലകുനിക്കേണ്ടി വന്നു. ജനാധിപത്യത്തിന് അധികാരത്തിലിരിക്കുന്നവരെക്കാൾ വലുത് ഈ നാട്ടിലെ ജനങ്ങളാണെന്നും ജനവികാരത്തെ അടിച്ചമർത്താൻ നോക്കുന്ന ഭരണകൂടങ്ങൾ എത്ര വലിയ ശക്തിയായാലും ഈ സമരം തോറ്റുപോകുമെന്നും തെളിയിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു സമര വിജയം മാത്രമല്ല, പ്രതിപക്ഷ ശബ്ദങ്ങളെയും പൗരാവകാശങ്ങളെയും കശാപ്പ് ചെയ്യാൻ നോക്കിയ BJP ഭരണകൂടത്തിനെതിരായ ജനങ്ങളുടെയും യുവജനങ്ങളുടെയും തിളക്കമാർന്ന വിജയമാണ്. ജനാധിപത്യത്തിന്റെ കാവലാളുകളായി മാറാൻ നാടൊട്ടുക്കുമുള്ള യുവത്വം ഒരേ മനസ്സോടെ തെരുവിലിറങ്ങുമ്പോൾ എത്ര വലിയ ഏകാധിപത്യ ഭരണകൂടവും തോക്കുമെന്നതിന്റെ പരസ്യമായ തെളിവാണ് ഇന്ന് നാം കാണുന്നത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ സമരങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന BJP സർക്കാർ ഈ സുപ്രീം കോടതി വിധിയിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊള്ളണം. കായിക ബലം കൊണ്ടും ഭരണകൂട ഭീകരത കൊണ്ടും പ്രതിഷേധങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് അഹങ്കാരമാണ്. പൗരന്റെ അവകാശങ്ങൾക്കായി ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനായി ഭരണകൂടത്തിന്റെ ഇത്തരം കാടത്തങ്ങൾക്കെതിരെ ഇനിയും പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉയരുക തന്നെ ചെയ്യും.